ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. ഡിസംബർ 7-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തത് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗുമായി ബന്ധപ്പെട്ടാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് ജോയിൻ ചെയ്യുകയും റിപ്പോ റേറ്റ് കുറയ്ക്കുന്നില്ല, സെയിം റേറ്റിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി 6.5% നിലവിലെ റിപ്പോ റേറ്റ്, അതിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. 11ാമത്തെ മീറ്റിംഗിലാണ് ഇത്തരത്തിൽ ഈ ഒരു അൺചേഞ്ച് ചെയ്യാണ്ട് കീപ്പ് ചെയ്യുന്നത്, അത് മാറ്റം വരുത്താതെ കീപ്പ് ചെയ്യുന്നത്. കാരണം നമ്മൾ കുറക്കും എന്നുള്ള പ്രതീക്ഷ തീരെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസമൊക്കെ ഇൻഫ്ലേഷൻ 6.2% പോയിട്ടുണ്ടായിരുന്നു, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരമുള്ള റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 6% RBIയുടെ ടാർഗറ്റ്. അപ്പോൾ ഈ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിപ്പോ റേറ്റ് വർദ്ധിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇൻഫ്ലേഷൻ ഇപ്പോഴും 6.2% മുകളിലാണ്, അല്ലെങ്കിൽ 6% മുകളിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ RBI റിപ്പോ റേറ്റ് കുറയ്ക്കില്ല എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയായിരുന്നു. RBI സെയിം കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിന് വേണ്ടി, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബോഡിയാണ്. അപ്പോൾ ഈ ഒരു RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി അവർ യോഗം ചേരുകയും റിപ്പോ റേറ്റ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ബാങ്കുകൾക്ക് RBI ലോണുകൾ കൊടുക്കുമ്പോൾ ബാങ്കുകൾ RBIക്ക് തിരിച്ചടക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എക്കണോമിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഈ ഒരു റിപ്പോ റേറ്റ് 6.5% കീപ്പ് ചെയ്യുകയാണ്. അതായത് 11ാമത്തെ കോൺസിക്യൂട്ടീവ് ടൈം ആയിട്ടാണ് ഇത്തരത്തിൽ പോകുന്നത്. ടോട്ടൽ 6 മെമ്പേഴ്സ് ആണ് മോണിറ്ററി പോളിസി കമ്മിറ്റി ഉള്ളത്. 3 പേര് RBIയിൽ നിന്നുള്ള ആൾക്കാരാണ്, 3 പേര് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രതിനിധികളാണെന്ന് ഓർത്ത് വെക്കുക. RBIയുടേതാണെങ്കിൽ അവരുടെ RBI ഗവർണർ ഉണ്ട്, 2 ഡെപ്യൂട്ടി ഗവർണർമാരുമാണുള്ളത്, 3 പേര് സെൻട്രൽ ഗവൺമെന്റിൻ്റെതാണ്. അപ്പൊ 6 മെമ്പർമാരിൽ 4 മെമ്പർമാരും ഇതിനോട് അനുകൂലിച്ചിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അതേസമയത്ത് ബാങ്കുകളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് അത് 50 ബേസിസ് പോയിന്റ് കുറച്ചിട്ട് 4.5% ഉള്ളത് 4% കുറച്ചിട്ടുണ്ട്. 2.5 ഇയേഴ്സിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കുറവ് ഉണ്ടാക്കുന്നത് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ എക്കണോമിയിലേക്ക് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കണം എന്ന് പറഞ്ഞാൽ, കാരണം നമ്മുടെ GDP ഗ്രോത്ത് നമ്മൾ വിചാരിച്ച പോലെ വരുന്നില്ല. സോ GDP ഗ്രോത്ത് താഴോട്ട് പോയ സമയത്ത് ഇതിനെ പുഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റിലേക്ക് കൂടുതൽ മണി സപ്ലൈ ഉറപ്പുവരുത്തണം. കാരണം ആൾക്കാരുടെ കയ്യിലേക്ക് പൈസ വന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്കണോമിയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ വരുള്ളൂ, കൂടുതൽ ഫാക്ടറി വരുള്ളൂ, കൂടുതൽ പ്രൊഡക്ഷൻ വരുള്ളൂ. സോ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ RBI വില്ലിംഗ് അല്ല. അതിനു പകരം ക്യാഷ് റിസർവ് റേഷ്യോ കുറക്കുകയാണ് ചെയ്തത്. സോ ദാറ്റ് ബാങ്കുകളുടെ അവരെ കയ്യിൽ സൂക്ഷിക്കേണ്ട ക്യാഷ് എന്ന് പറയുന്നത് കുറക്കുന്നു. അതുവഴി അധികം ഈ 0.5% അധികം തുക ബാങ്കുകൾക്ക് കടം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വഴി കൂടുതൽ ലിക്വിഡിറ്റി മാർക്കറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും ബാങ്കിങ് സിസ്റ്റത്തിന്. അതുപോലെ തന്നെ ഇത് എക്കണോമിക് ഗ്രോത്തിനെയും കൂടെ സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി ന്യൂട്രൽ പോളിസി സ്റ്റാൻസ് ആണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് റിപ്പോ റേറ്റിനെ കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിലെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 4+or-2 എന്ന് പറയുന്ന ടാർഗറ്റിൽ തന്നെയാണുള്ളത്. മാക്സിമം 4+2, അതായത് 6%-ഇടയിലും മിനിമം 4-2 2%-ഇടയിലും മീഡിയൻ ആയിട്ട് ഏകദേശം 4% ഇൻഫ്ലേഷൻ വരുന്ന രീതിയിൽ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒക്ടോബർ മാസത്തിൽ ഇൻഫ്ലേഷൻ 6.2%-ലേക്ക് സർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഫുഡ് പ്രൈസസ് ആയിരുന്നു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് GDPയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് നമ്മൾ 7.2%-ഒക്കെയാണ് പ്രൊജക്ട് ചെയ്തതെങ്കിൽ 2024-25 അത് 6.6%-ലേക്ക് കുറക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. പ്രത്യേകിച്ചും ഇൻഫ്ലേഷൻ കാരണം ആൾക്കാരുടെ കയ്യിൽ പൈസയില്ല, ആൾക്കാരുടെ കൺസ്യൂമർ സ്പെൻഡിങ്ങിനെ ബാധിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കൺസേൺസ് ആണ് ഇതിന് കാരണം എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ഇൻഫ്ലേഷൻ ആയിട്ടാണ് RBI കാണുന്നത്. Q4 ആവുമ്പോഴത്തേക്കും 2024-25 അവസാനത്തെ ക്വാർട്ടർ ആവുമ്പോഴത്തേക്കും വെജിറ്റബിൾ പ്രൈസും ഹാർവസ്റ്റുകളും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നു. അതിനനുസരിച്ച് ഈ ഒരു പ്രൈസ് ഒക്കെ സ്റ്റെബിലൈസ് ചെയ്യുമെന്നാണ് കരുതാറുള്ളത്. ഇത്തരത്തിൽ ഫുഡ് പ്രൈസ് ഇൻഫ്ലേഷൻ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം വെതർ ഈവൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അൺസർട്ടനിറ്റീസ്, അതുപോലെ മാർക്കറ്റിലുള്ള വോളറ്റിലിറ്റി ഒക്കെ ആണെന്നാണ് RBI ഒബ്സർവ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം
RBI റിപ്പോ റേറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്യാഷ് റിസർവ് റേഷ്യോ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം 0.5% കട്ടാണെങ്കിലും 1.16 ലക്ഷം കോടി രൂപ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് ലെൻഡിങ്ങിനായിട്ട് വരും. അപ്പോൾ ഇത് ലിക്വിഡിറ്റി സ്ട്രെസ്സിനെ, മാർക്കറ്റിലെ ലിക്വിഡിറ്റി സ്ട്രെസ്സിനെ അഡ്രസ് ചെയ്യും എന്നാണ് കരുതുന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു ലിക്വിഡിറ്റി സ്ട്രെസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഉണ്ടായതാണ്. അപ്പോൾ ഇതുവഴി RBI ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട്, കൂടുതൽ ക്യാപിറ്റൽ ഇൻഫ്ലോ ഉണ്ടാവും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ഡെപ്പോസിറ്റുകൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് സീലിംഗ്സ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി ഈ ഒരു ക്യാപിറ്റൽ ഇൻഫ്ലോ വരുന്നതിനും കാരണമാകും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. പക്ഷേ ഇത് മാർച്ച് 31, 2025 ശേഷമേ നിലവിൽ വരുള്ളൂ എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു RBI മോണിറ്ററി പോളിസി കമ്മിറ്റി അതിന്റെ തീരുമാനങ്ങൾ ഓർത്തു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അടുത്തൊരു വാർത്ത, MG നരേഗ, അതായത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ വർക്കേഴ്സ് വലിയ പ്രൊട്ടസ്റ്റിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. പ്രത്യേകിച്ചും ഇവിടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്മാച്ച് വരുന്നുണ്ടെങ്കിൽ അവരുടെ ജോബ് കാർഡ് ക്യാൻസൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ നിലവിൽ നോ കാർഡ് നോ വർക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേജസിലേക്ക് വന്നു. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡൽഹിയിൽ ഈ ഒരു MG നരേഗ വർക്കേഴ്സിന്റെ പ്രൊട്ടസ്റ്റ് ഉണ്ടായി എന്നുള്ളതാണ്. അവരുടെ വേജസ് ഡിലേഡ് ആയി, ജോബ് കാർഡുകൾ ഡിലീറ്റ് ചെയ്തു, അതുപോലെ തന്നെ MG നരേഗക്ക് ഫണ്ട് കൃത്യമായിട്ട് ഇല്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാവുന്നത്. അപ്പോൾ ഏപ്രിൽ മാസത്തിനും സെപ്റ്റംബർ 2023 ഇടയിൽ ഏകദേശം 84.8 ലക്ഷം വർക്കേഴ്സിനെയാണ് MG നരേഗയുടെ ലിസ്റ്റിൽ നിന്നും ജോബ് കാർഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് ഈ ഒരു പീരീഡിൽ 45.4 ലക്ഷം പുതിയ വർക്കേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നെറ്റ് ലോസ് എന്ന് പറയുന്നത് 39.3 ലക്ഷം വർക്കേഴ്സിനെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആൾക്കാരെ റിമൂവ് ചെയ്യുന്നത് വെച്ചാൽ, ഈ MG നരേഗയുടെ പേയ്മെന്റും ആധാർ കാർഡും ലിങ്ക് ചെയ്യണമെന്ന് ഗവൺമെന്റ് നിർബന്ധം പറഞ്ഞുകൊണ്ടാണ്. ഗവൺമെന്റ് പറഞ്ഞു, അതായത് നിങ്ങളുടെ ആധാർ കാർഡും നിങ്ങളുടെ ബാങ്കിങ് സിസ്റ്റമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ഈ ഒരു ആധാർ കാർഡിന്റെ ജോബ് കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പല ആളുടെ കേസിലും ജോബ് കാർഡിലുള്ള പേരും ബാങ്ക് അക്കൗണ്ടിലുള്ള പേരും ആധാർ കാർഡിലുള്ള പേരും മാച്ച് ആവുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഡിലീഷൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു MG നരേഗയുടെ 100 തൊഴിൽ ദിനങ്ങൾ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും ഈ ജോബ് കാർഡ് ഡിലീറ്റ് ആയി പോയത് പറയുന്നില്ല, അവരെ ജോലിക്കാരും വിളിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് അന്വേഷിക്കുമ്പോഴൊക്കെയാണ് പേര് നീക്കം ചെയ്തതായിട്ടൊക്കെ അറിയുന്നത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. പലരും എന്തുകൊണ്ടാണ് പേര് നീക്കം ചെയ്തത് എന്ന് അറിയാത്ത ആൾക്കാരാണ്, അൺഅവെയർ ഓഫ് ദ റീസൺസ് ആണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വർക്കേഴ്സ് ഇത്തരത്തിൽ പേര് ഡിലീറ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ അവർ വീണ്ടും ജോബ് കാർഡിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.